പോയിന്റ്. അവസാനിക്കുമ്പോൾ സില്ലി പോയിന്റിലൂടെ എന്തു പറയണം എന്നറിയില്ല. വല്ലാത്തൊരു മൂകത. നീല ആകാശത്ത് വെളുത്ത മേഘങ്ങൾ മാത്രം. നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ് അവ നിൽക്കുമ്പോൾ ആ ആകാശത്തിന് കീഴിൽ ഭൂമി ദുഃഖത്തിലാണ്. മാറഡോണ പോയിക്കഴിഞ്ഞു. ഓർമ്മകൾ അനവധിയാണ്. മനുഷ്യന് അസാധ്യമായ മാന്ത്രിക ചിത്രങ്ങൾ ഫുട്ബോൾ മൈതാനത്ത് മാറഡോണ വരച്ചതിന്റെ ഓർമ്മകൾ. നിറപ്പകട്ടുള്ള ഫുട്ബോൾ ഉത്സവങ്ങളുടെ ഓർമ്മകൾ. ഓർമ്മകളുടെ പടിയിറങ്ങി ഓർമ്മകൾ പോവുമ്പോൾ ഒടുവിൽ എത്തി നിൽക്കുന്നത് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് എന്ന തലസ്ഥാന നഗരത്തിനടുത്തുള്ള വില്ല ഫ്ലോറിറ്റോ എന്ന ചേരി പ്രദേശത്താണ്. കല്ലും ടിൻഷീറ്റും ടാർപോളിനുമൊക്കെ കെട്ടിയുണ്ടാക്കിയ കൊച്ചു കൊച്ചു കുടിലുകൾ. അതിലൊന്നിലെ ഒരു കൊച്ചു വീട്. കൊല്ലം 1963. അവിടെ 3 വയസ്സുള്ള ഒരു വികൃതിക്കുട്ടൻ. അവന്റെ പിറന്നാൾ ദിവസം അവന്റെ ഒരു സഹോദരൻ, കസിൻ ബ്രദർ എന്ന് പറയാം, ആ സഹോദരൻ പിറന്നാൾ കുട്ടന് ഒരു ഫുട്ബോൾ സമ്മാനമായി നൽകി. ആ 3 വയസ്സുകാരന്റെ കണ്ണു വിടർന്നു. ആ ഫുട്ബോൾ അവൻ കെട്ടിപ്പിടിച്ചു. പിന്നെ ആ കുടിലിനും പുറത്തും തട്ടിക്കളിച്ചു. ആ പന്ത് അവൻ മറ്റാർക്കും കൊടുക്കില്ല. അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അവന് ആ ഫുട്ബോൾ. രാത്രി ഉറങ്ങുമ്പോൾ ആരെങ്കിലും തന്റെ ഫുട്ബോൾ എടുത്താലോ? ആ വികൃതിക്കുട്ടൻ എന്തു ചെയ്തെന്നോ? പന്ത് കഷ്ടപ്പെട്ട് തന്റെ ഷർട്ടിനുള്ളിൽ തിരികെ കയറ്റി അതിന്റെ ചുറ്റുമായി ചുരുണ്ടുകിടന്നു. ഇനി ഉറങ്ങിയാലും ആ പന്ത് ആരും മോഷ്ടിക്കില്ല. ആ കുട്ടിയിൽ നിന്ന് ജീവിതത്തിൽ ഒരാൾക്കും പന്ത് തട്ടിപ്പറിച്ച് കളയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ആ കുട്ടിയുടെ പേര് ഡിഗോ മാറഡോണ. അച്ഛൻ തൊഴിലാളിയാണ്. കൽപ്പണിക്കും മറ്റും പോവും. 7 കുട്ടികളിൽ 5-ാമനാണ് ഡിയാഗോ. ദരിദ്ര കുടുംബം. അമ്മയ്ക്ക് വീട്ടുജോലികളാണ്. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അവർ ജീവിച്ചു. ഡിയാഗോയ്ക്ക് സ്കൂളിൽ പഠിക്കാനുള്ള സമയമായി. പക്ഷേ ഡിയാഗോയുടെ താല്പര്യം ഫുട്ബോളിൽ മാത്രമായിരുന്നു. അമ്മ ഡെൽമ ഇറ്റാലിയൻ വംശജയാണ്. അവർ ഡിയാഗോയെ ഫുട്ബോളിൽ നിന്ന് പിന്തിരിപ്പിച്ച് പഠിപ്പിൽ ശ്രദ്ധ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എന്തു കാര്യം, ഫുട്ബോളിലായിരുന്നു ഡിയാഗോയുടെ ആത്മാവ്. ആ നാട്ടിലെ ചെറിയൊരു ക്ലബ്ബുണ്ട്. കുട്ടികളുടെ ക്ലബ്ബാണ്. പേര് ലോസ് സെബോളിറ്റാസ്. ആ വാക്കിന്റെ അർത്ഥം കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ചെറിയ ഉള്ളി എന്നാണ് അർത്ഥം. ലിറ്റിൽ ഓനിയൻ. ചെറിയ ഉള്ളി എന്ന് പേരുള്ള കുട്ടികളുടെ ക്ലബ്ബിൽ മാറഡോണ എന്ന LP സ്കൂളുകാരൻ ചേർന്നു. മാറഡോണ ഫുട്ബോൾ മൈതാനത്ത് അങ്ങനെ ഇറങ്ങി. പിന്നെ സംഭവിച്ചത് ആ നാട്ടിലെ പഴമക്കാർ ഇന്നും പാടി നടക്കുന്നു. മാറഡോണയുടെ കാലിൽ പന്ത് കിട്ടിയാൽ പിന്നെ ഒരാൾക്കും പന്ത് കിട്ടില്ല. എല്ലാവരെയും ഡ്രിബിൾ ചെയ്ത് വട്ടം കറക്കി അവൻ ഗോളടിക്കും. എതിരാളികൾ സമപ്രായക്കാരാവാം, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളാവാം. ഒന്നും മാറഡോണയ്ക്ക് പ്രശ്നമല്ല. ലിറ്റിൽ ഒനിയൻ അഥവാ ചെറിയ ഉള്ളി എന്ന ക്ലബ്ബ് അതോടെ പ്രശസ്തമായി. തുടർച്ചയായ 140 മത്സരങ്ങളിൽ കുഞ്ഞു മാറഡോണ കളിച്ചു. 140ലും ജയിച്ചു. മാറഡോണ ഇറങ്ങിയാൽ ചെറിയ ഉള്ളി എല്ലാവരെയും കരയിക്കും. അക്കാലത്ത് നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കുഞ്ഞു പത്രത്തിൽ മാറഡോണയുടെ ഫുട്ബോൾ പാടവത്തെക്കുറിച്ച് ഒരു ലേഖനം പോലും പ്രസിദ്ധീകരിച്ചു. പക്ഷേ അച്ചടിപ്പിഴ വരുത്തുന്ന കാലത്ത് അർജന്റീനയുടെ പത്രങ്ങൾ വളരെ മോശം തന്നെയായിരുന്നു. മാറഡോണ എന്ന് അച്ചടിക്കുന്നതിന് പകരം അവർ അച്ചടിച്ചത് കാറഡോണ എന്നായിരുന്നു. അക്കാലത്ത് മാറഡോണ അവിടെ ഉണ്ടായിരുന്ന എസ്ട്രല റോജ എന്ന ക്ലബ്ബിലും കളിച്ചിരുന്നു. മാറഡോണയ്ക്ക് 12 വയസ്സായപ്പോഴേക്കും മാറഡോണയുടെ കളി മികവ് മുതിർന്നവർ, അതായത് അർജന്റീനിയൻ ഫുട്ബോളിലെ തലത്തൊട്ടപ്പന്മാർ ശ്രദ്ധിച്ചു തുടങ്ങി. ബ്യൂണസ് അയേഴ്സിലെ അർജന്റീനോസ് ജൂനിയേഴ്സ് എന്ന ക്ലബ്ബിലെ ജൂനിയർ ടീമിലേക്ക് മാറഡോണ ക്ഷണിക്കപ്പെട്ടു. അക്കാലത്തെ മാറഡോണയുടെ ആരാധനാപാത്രങ്ങളായ 2 പഴയ കളിക്കാർ, ഒന്ന് ബ്രസീലിയൻ താരം റിവെലിനിയോയും ഇംഗ്ലണ്ടിന്റെ ജോർജ് ബെസ്റ്റുമായിരുന്നു. ആ 12കാരന്റെ മനസ്സിൽ ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങൾ അവരായിരുന്നു. അവരെ പോലെയാകണം ആ കുട്ടി മനസ്സിൽ ഉറപ്പിച്ചു. മാറഡോണയുടെ ഇനിയുള്ള കഥ അടുത്ത സില്ലി പോയിന്റിൽ. സില്ലി പോയിന്റ്.